കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഡിസംബർ മുതലുള്ള വേതനം ലഭിക്കുന്നില്ല. അരി വാങ്ങാനും മരുന്ന് വാങ്ങാനും പണമില്ലാതെ പാവപ്പെട്ട തൊഴിലാളികൾ വലയുന്നു. വിഷുവിനും ഈസ്റ്ററിനും പട്ടിണി കിടക്കേണ്ട അവസ്ഥയെന്ന് തൊഴിലാളികൾ. കേന്ദ്ര സർക്കാർ പണം തരുന്നില്ലെന്ന് ബന്ധപ്പെട്ട അധികൃതർ. കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 2024 ഡിസംബർ മുതലുള്ള ദിവസവേതനം ലഭിക്കുന്നില്ല. 40 മുതൽ 60 ദിവസം വരെയുള്ള വേതനമാണ് ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ലഭിക്കാനുള്ളത്. കേരളത്തിലെ 22 ലക്ഷം തൊഴിലുറപ്പ് തൊഴിലാളികളും ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നു. കേരളം പോലൊരു സംസ്ഥാനത്ത് 60 ദിവസം വരെയുള്ള വേതനം ലഭിക്കാതെ തൊഴിലെടുക്കേണ്ട ഗതികേടിലാണ് തൊഴിലാളികൾ. 2025 മാർച്ച് വരെ 345 രൂപയും 2025 ഏപ്രിൽ മുതൽ 369 രൂപയുമാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം. തൊഴിലുറപ്പ് തൊഴിലാളികൾ ബഹുഭൂരിപക്ഷവും വളരെ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അരി വാങ്ങാനും മറ്റ് വീട്ടു സാധനങ്ങൾ വാങ്ങാനും എന്തിന് മരുന്ന് പോലും വാങ്ങാൻ കാശില്ലാതെ ഇവർ വലയുകയാണ്. കേരളം വിഷുവും ഈസ്റ്ററും ആഘോഷിക്കുമ്പോൾ തങ്ങളുടെ കുടുംബം പട്ടിണി കിടക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ഈ പാവപ്പെട്ട തൊഴിലാളികൾ. വിഷു ഈസ്റ്ററൊക്കെ വരുവാണ്. ഞങ്ങളുടെ കയ്യിൽ വേറെ പൈസയൊന്നുമില്ല. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പൈസ കിട്ടിയിട്ട് വേണം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്താൻ. വേറെ ഞങ്ങൾക്ക് വരുമാനങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് വേറെ തൊഴിലിനൊന്നും പോകാൻ പറ്റത്തില്ല. ഈ പൈസ കൊണ്ടാണ് ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങളൊക്കെ മരുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഡിസംബർ മാസം തുടങ്ങിയുള്ള പൈസ കിട്ടാനുണ്ട്. ഈ പൈസ കിട്ടി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് മരുന്ന് മേടിക്കാനും അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ചെലവാക്കാനായിട്ട്. സംസ്ഥാന സർക്കാരും കേരളത്തിൽ നിന്നുള്ള എംപിമാരും കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി പാവപ്പെട്ട ഈ തൊഴിലാളികൾക്ക് വേതനം എത്രയും പെട്ടെന്ന് വാങ്ങി നൽകണമെന്നാണ് തൊഴിലാളികളുടെ ഭാഗത്തുനിന്നുള്ള അടിയന്തരമായിട്ടുള്ള ആവശ്യം. ഈ ആവശ്യം പരിഗണിക്കണമെന്ന ശക്തമായ വികാരം പൊതുജനങ്ങൾക്കുമിടയിലുമുണ്ട്.